ഡീകോഡിലേക്ക് വിശദമായി. ഒടുക്കം സ്വാഭാവിക പരിണിതി എന്നോണം ആം ആദ്മി പാർട്ടി സർക്കാർ ഡൽഹിയിൽ അടിതെറ്റി വീണു. അഴിമതിയെ ചൂലെടുത്ത് തൂത്തുവാരാൻ ഇറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കറകളിൽ തന്നെ പെട്ട് അധികാരത്തിൽ നിന്ന് തൂത്തെറിയപ്പെട്ട മെലോ ഡ്രാമ. ഭരണവിരുദ്ധ വികാരം ആഴത്തിൽ ഡൽഹിയുടെ ഓരങ്ങളിൽ ഉണ്ടായിരുന്നു. അത് മുതലാക്കാനുള്ള മിഷനറി പക്ഷേ കോൺഗ്രസിനുണ്ടായിരുന്നില്ല. അങ്ങനെ അധികം വിയർപ്പൊടുക്കാതെ വർഗീയതയും തീവ്ര ഹിന്ദുത്വയും ഒന്നും പയറ്റാതെ എളുപ്പത്തിൽ ബി.ജെ.പിക്ക് കാര്യം സാധിക്കാനായി. എങ്ങനെയാണ് രാജ്യ തലസ്ഥാനത്തെ ആപ്പ് സംവിധാനം തകർച്ചയെ നേരിട്ടത്? എന്തെല്ലാം ഘടകങ്ങളാണ് അവർക്ക് തിരിച്ചടിയായത്? വിശദമായി പരിശോധിക്കാം. അതിനു മുമ്പ് ഈ തെരഞ്ഞെടുപ്പിലെയും മുൻ തെരഞ്ഞെടുപ്പുകളിലെയും സീറ്റ് ഷെയറിലേക്ക് പെട്ടെന്നൊന്ന് കണ്ണോടിക്കാം. റൈറ്റ്, ഇന്ന് വോട്ടെണ്ണൽ നടന്നു കഴിഞ്ഞപ്പോൾ പുറത്തു വന്ന ജനവിധി അനുസരിച്ച് 2025 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ആണ് നമ്മൾ പുറത്തുവിടുന്നത്. ബി.ജെ.പിക്ക് കിട്ടിയത് 48 സീറ്റുകളാണ്. ഓർക്കണം, ഭരണം പിടിക്കാൻ വേണ്ട മാജിക് നമ്പർ 36 ആയിരുന്നു. 12 സീറ്റുകൾ അധികം ലഭിച്ചു. 48 സീറ്റിലേക്ക് ബി.ജെ.പി എത്തുന്നു. ആപ്പ് 22 സീറ്റുകളിലേക്ക് പതിച്ചു പോകുന്നു. കഴിഞ്ഞ തവണ അവർക്ക് ലഭിച്ചത് 63 സീറ്റുകളായിരുന്നു. ഓർക്കണം, 63-ൽ നിന്നും 22 സീറ്റുകളിലേക്ക് വീണു പോകുന്നു ആം ആദ്മി പാർട്ടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒറ്റ സീറ്റുകൾ, തുടർച്ചയായ രണ്ടാം തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റ് പോലും കോൺഗ്രസ് ലഭിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. മറ്റുള്ളവർക്കും സീറ്റുകളൊന്നും ലഭിച്ചില്ല. ഇനി വോട്ട് ഷെയറിന്റെ കാര്യം ഇപ്പുറത്ത് കാണാം. 45.9791% വോട്ടാണ്. 45.91% വോട്ടാണ് ബി.ജെ.പിക്ക് ലഭിച്ചത്. കഴിഞ്ഞ കുറി 2020 ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചത് 53.57% വോട്ടായിരുന്നു എന്ന് ഓർക്കണം. ഇക്കുറി അധികാരത്തിലെത്താൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ട് പോലും വോട്ട് ഷെയറിന്റെ വോട്ട് പെർസെന്റേജ് കാര്യത്തിൽ അവർക്കടുത്തെത്താൻ ബി.ജെ.പിക്ക് സാധിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇപ്പോഴും 8% വോട്ടിന്റെ കുറവ് ബി.ജെ.പിക്ക് ആം ആദ്മി പാർട്ടിയുമായുണ്ട്. 2020 നിലയനുസരിച്ച് 41.56% വോട്ട്, ക്ഷമിക്കണം, 43.56% വോട്ട് ഇക്കുറി ആം ആദ്മി പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൂടി ശ്രദ്ധേയമാണ്. അവിടെ ബി.ജെ.പിയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള വോട്ട് പെർസെന്റേജ് ഡിഫറൻസ് വെറും 4% മാത്രമേ ഉള്ളൂ എന്നതുകൂടി കാണണം. അപ്പോൾ അത് വെറും 3% ആണെങ്കിൽ കൂടിയും അത് സീറ്റുകളുടെ എണ്ണത്തിലേക്ക് വരുമ്പോൾ വലിയൊരു അന്തരം വരുന്നുണ്ട്. പക്ഷേ ഈ പെർസെൻറ്റേജിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് ചെറുതായി എന്നുകൂടി കാണണം. ഇതിനകത്ത് 2020 ഇലക്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു തിരിച്ചടി ആം ആദ്മി പാർട്ടിക്ക് നേരിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇനി നമ്മൾ ആം ആദ്മി പാർട്ടി ഡൽഹിയുടെ അധികാരത്തിലേക്ക് വന്ന 2013 മുതൽ 2020 വരെയുള്ള ഒരു സ്റ്റാറ്റസ് കൂടി പരിശോധിക്കുകയാണ്. ആദ്യമായി ഈ അഴിമതിക്കെതിരെ ചൂലെടുത്തുകൊണ്ട് ഡൽഹിയുടെ ഭരണചക്രത്തിലേക്ക് ആം ആദ്മി പാർട്ടി വരുന്നത് 2013-ലാണ്. അന്ന് ബി.ജെ.പിയാണ് ഒറ്റകക്ഷിയായത്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് ബി.ജെ.പി ആയിരുന്നു. 31 സീറ്റുകൾ അവർക്ക് ലഭിച്ചിരുന്നു. ആം ആദ്മി പാർട്ടിക്ക് കന്നി ഇലക്ഷനിൽ, അവർ ആദ്യമായി തെരഞ്ഞെടുപ്പ് നേരിട്ട കന്നി ഇലക്ഷനിൽ അവർക്ക് ലഭിച്ചത് 28 സീറ്റുകളാണ്. പക്ഷേ ഭരണം പിടിക്കാൻ വേണ്ട മാജിക് നമ്പറിലേക്ക് എത്താൻ വീണ്ടും സീറ്റുകൾ വേണമായിരുന്നു. പക്ഷെ അവിടെ കോൺഗ്രസിന് അന്ന് 8 സീറ്റുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കോൺഗ്രസിനെയും കൂട്ടി മുന്നണി സംവിധാനത്തിലാണെന്ന് ഭരണം പിടിച്ചത് ആം ആദ്മി പാർട്ടി. 28-8-36 സീറ്റുകളുമായാണ് അന്ന് അധികാരത്തിലേക്ക് നടന്നു കയറിയത്. പക്ഷേ ആ കോയലേഷൻ ഗവൺമെന്റിന് പക്ഷേ അധികാലം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. 48 ദിവസങ്ങൾ മാത്രമേ ആ സർക്കാർ ചലിച്ചുള്ളൂ. അതിനുശേഷം ആ സർക്കാർ വീഴുന്നു. പിന്നീട് രാഷ്ട്രപതി ഭരണമാണ് ഡൽഹിയിൽ ഉണ്ടായിരുന്ന ചിത്രമൊക്കെ നമ്മുടെ മനസ്സിലുള്ളതാണ്. പിന്നീട് 2015 വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 2015 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആം ആദ്മി പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുന്നു. 67 സീറ്റുകൾ, ലാൻഡ് സ്ലൈഡ് വിക്ടറിയാണെന്ന് അവർ നേടിയത്. വെറും 3 സീറ്റുകൾ മാത്രമാണ് ബി.ജെ.പിക്ക് നേടാനായത്. അങ്ങനെ 2015 ഒറ്റ സീറ്റ് പോലും കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞില്ല. 67 സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്കൊപ്പം 3 സീറ്റുകൾ ബി.ജെ.പിക്കും കിട്ടുന്ന 2015 കണ്ടത്. ഇനി 2020 വരാം. 2020 വരുമ്പോൾ 2015 ഒരു 5 സീറ്റിന്റെ കുറവ് അവർക്ക് നേരിട്ടെങ്കിൽ കൂടിയും വലിയൊരു വിജയം
തുടരാൻ അവർക്കായി എന്നുള്ളതാണ്. തുടർച്ചയായ രണ്ടാം തവണയും അധികാരത്തിലെത്തുന്ന ആം ആദ്മി പാർട്ടി 62 സീറ്റുകൾ നേടി. BJP അവരുടെ നില മെച്ചപ്പെടുത്തുന്നു. 2015 അപേക്ഷിച്ച് അവരുടെ നില മെച്ചപ്പെടുത്തുന്നു. BJP 2015 അവർക്ക് 3 സീറ്റുകളാണ് ലഭിച്ചിരുന്നെങ്കിൽ 2020 എത്തിയപ്പോൾ BJPക്ക് 8 സീറ്റുകളായി, 5 സീറ്റുകൾ കൂടി വർദ്ധിപ്പിക്കാനായി. കോൺഗ്രസിന് തുടർച്ചയായ രണ്ടാം തെരഞ്ഞെടുപ്പിലും ഒറ്റ സീറ്റുകൾ പോലും ലഭിച്ചില്ല എന്നത് ശ്രദ്ധേയമായിരുന്നു. BJPയുടെ ഒരു വളർച്ച കൂടി നോക്കണം. 2015 അവർക്ക് 32 സീറ്റുകൾ ഉണ്ടായിരുന്നു. 2020 എത്തിയപ്പോൾ അവർ വലിയ തകർച്ചയെ നേരിട്ടു. പക്ഷെ അവർ ഗംഭീരമായി തിരിച്ചു വരുന്ന 2020 കണ്ടത്, 2025 കണ്ടത്. 2025 സീറ്റ് ഷെയറും കക്ഷി നിലയും നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ഡൽഹി ചീഫ് ഡി ധനസുമോദ് ഈ തെരഞ്ഞെടുപ്പിന്റെ വിശകലനങ്ങളൊക്കെ നമ്മോടൊപ്പം ഉണ്ട്. ധനസുമോദ്, നമ്മൾ ഈ വോട്ട് ഷെയറും വോട്ട് പെർസെൻറ്റേജ് തമ്മിലുള്ള അന്തരവും ഒക്കെ പരിശോധിക്കുമ്പോൾ, കഴിഞ്ഞ കാലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രവും പരിശോധിക്കുമ്പോൾ വലിയൊരു തകർച്ച ആം ആദ്മി പാർട്ടിക്ക് നേരിട്ടില്ല എന്ന് കാണണം. എന്ന് വെച്ചാൽ അവരൊരു കരുത്തുറ്റ പ്രതിപക്ഷമായി അവർക്ക് തുടരാൻ കഴിയും നിയമസഭയിൽ. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഷീലാ ദീക്ഷിത് 3 തവണ ഭരിച്ചപ്പോഴും അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ജയമുണ്ടായിരുന്നു, നല്ല രീതിയിലുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇവിടെ BJP അധികാരത്തിൽ കയറിയെങ്കിൽ കൂടിയും 48 സീറ്റ് മാത്രമേ അവർക്കുള്ളൂ. ഇപ്പുറത്താവട്ടെ ഒരു മികച്ച പ്രതിപക്ഷമായി തുടരാൻ പാകത്തിലുള്ള സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ട് എന്ന് മാത്രമല്ല, 2020 അധികാരത്തിലേറിയ ആം ആദ്മി പാർട്ടിക്ക് 53% വോട്ടുകൾ ലഭിച്ചിരുന്നെങ്കിൽ ഇക്കുറി അധികാരത്തിലേറിയ BJPക്ക് ആകെ കൂടിയുള്ളത് 45% വോട്ട് ഷെയർ. അപ്പോൾ ഈ വോട്ട് ഷെയർ ഒക്കെ പരിശോധിക്കുമ്പോൾ ആശ്വസിക്കാനുള്ള ഒരു വകയുണ്ടെന്ന് തോന്നുന്നു ആം ആദ്മി പാർട്ടിക്ക്. ധൻസുമോദ് എങ്ങനെ കാണുന്നു? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ 2013 ഒരു വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ ഒരു രസകരമായ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം 3 ടേമായി ഷീലാ ദീക്ഷിത് ഭരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു. 15 വർഷമായിട്ട് ഡൽഹി ഭരിക്കുന്നു. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, നാട്ടിൽ പോയിട്ട് തിരികെ പലപ്പോഴും 3 മാസം കഴിയുമ്പോൾ വരികയാണെങ്കിൽ ഡൽഹിയിലെ മുഖച്ഛായ മാറിയിരിക്കും, പുതിയൊരു ഫ്ലൈ ഓവർ അവിടെ പണിതിരിക്കുമെന്ന്. കാര്യം ആ തരത്തിലുള്ള ഒരു വികസനത്തിനൊരു കുതിപ്പ്, ഡൽഹി മെട്രോ വരുന്നു, ആ തരത്തിലുള്ള ഡൽഹിയെ മൊത്തം മാറ്റിമറിച്ച ഒരു 15 വർഷമായിരുന്നു പോയത്. പക്ഷെ എന്നിട്ട് പോലും അവർ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് ഉണ്ടായത്. മാത്രമല്ല അവർക്ക് ഒരു 8 സീറ്റ് മാത്രമാണ് 15 വർഷം ഭരിച്ചതിന് ശേഷം പിന്നീടുണ്ടായ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റ് മാത്രമാണ് ലഭിച്ചിരുന്നത്. പക്ഷെ അതേസമയം തന്നെ നമ്മളിപ്പോൾ ഈ ഒരു അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്നും ഈ ഭരണം തുടർച്ചയിൽ നിന്ന് തൂത്തെറിയപ്പെടുന്ന ആം ആദ്മിക്ക് ആ തരത്തിലൊരു കടപുഴകി വീണിട്ടില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ഒരു ആശ്വസിക്കാം. അതായത് വൻമരങ്ങൾ വീണിട്ടുണ്ട്, മനീഷ് സിസോദിയ വീണു, അരവിന്ദ് കെജ്രിവാൾ വീണു, മറ്റുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാർ എല്ലാവരും, സൗരവ് ഭരദ്വാജ് അടക്കമുള്ളവർ വീണു. പക്ഷെ എങ്കിൽ പോലും ഒരു പിടിച്ചു നിൽക്കാനാവുന്ന ഒരു വോട്ടിംഗ്, ഒരു ആശ്വസിക്കാവുന്ന ഒരു മികച്ച പ്രതിപക്ഷമായി മാറാനുള്ള ഒരു നമ്പർ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളത് തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഒരു ആശ്വാസമാണ്. പടത്തലവൻ വീണു എന്നുള്ള കാര്യം ഒഴിച്ചു നിർത്തിയാൽ പല കമ്മിറ്റികളും ഇനി വരാറുണ്ട്. മാത്രമല്ല പല ഇനിയുള്ള ഒരു വെളിച്ചം തുടങ്ങിയവ സൗജന്യമാക്കി നൽകാം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ BJPയുടെ നയവുമായിട്ട് ഈ സൗജന്യങ്ങൾ ഒരിക്കലും ചേർന്ന് പോകുന്നതല്ല. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിടുത്തം ഇവർ ആ തരത്തിൽ ചെയ്താൽ അവരെ എതിർക്കാറുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം തന്നെയുണ്ട്. കാര്യം 2015 നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് 3 അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അന്നത്തെ നേതാവായിരുന്ന സീതാറാം യെച്ചൂരി ഒരു പരിഹസിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ അന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ലോക്സഭയിൽ ഇല്ലായിരുന്നു. ആ സമയത്ത് ഒരു ബസ്സിൽ പോകാനുള്ള MP-മാർ മാത്രമാണ് കോൺഗ്രസിനുള്ളത് എന്ന് പറയുമ്പോൾ സീതാറാം യെച്ചൂരി പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഡൽഹി നിയമസഭയിൽ ഒരു ഓട്ടോയിൽ പോകാവുന്ന ആൾ മാത്രമാണ് BJPക്കുള്ളതെന്ന്. കാര്യം 3 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 303 സീറ്റ് ഒറ്റയ്ക്കാണ് BJP നേടിയത്. എന്നിട്ട് പോലും ആ ഒരു സീറ്റ് ഒരു 3-ൽ നിന്ന് 7 ആക്കി വർദ്ധിപ്പിക്കാൻ മാത്രമാണ് കഴിഞ്ഞിരുന്നത്. കഴിഞ്ഞ 27 വർഷമായി BJP അധികാരത്തിന്റെ പുറത്താണ്. പക്ഷെ ആ തരത്തിലുള്ള ഒരു വലിയൊരു തകർച്ച സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല 43% എന്നൊരു സംഖ്യ
അവർക്ക് പിടിച്ചെടുക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഇതിന്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കി കഴിയുമ്പോൾ പലപ്പോഴും ഈ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ പല സീറ്റുകളിലും വിജയിക്കാമായിരുന്നു എന്നുള്ളതുകൂടി നമുക്ക് കണ്ടാവും. ഉദാഹരണത്തിന് വേണ്ടി ഞാൻ 2-3 സീറ്റുകളൊന്ന് പറയാം. ഇപ്പോൾ സംഗം വിഹാർ, അവിടെ 344 വോട്ടിന് മാത്രമാണ് ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടു പോയത്. പക്ഷേ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പിടിച്ചു മാറ്റിയിരിക്കുന്നത് 15,000 വോട്ടിലധികം ആണ് പിടിച്ചു മാറ്റിയിരിക്കുന്നത്. അവർ 3-ാം സ്ഥാനത്ത് എത്തിയെങ്കിൽ പോലും അത്രയും വോട്ടിന്റെ ഡിഫറൻസ് ഉണ്ട്. ത്രിലോക്പൂരിലാണെങ്കിൽ 392 വോട്ടിനാണ് ആം ആദ്മി പരാജയപ്പെട്ടത്. അത് പക്ഷേ കോൺഗ്രസ് പിടിച്ചു മാറ്റിയിരിക്കുന്നത് 6,000-ലധികം വോട്ടാണ്. മനീഷ് സിസോദിയ മുൻ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയ തോറ്റുപോയത് 675 വോട്ടിനാണ്. അവിടെ കോൺഗ്രസ് പിടിച്ചു മാറ്റിയിരിക്കുന്നത് 7,350 വോട്ടാണ്. തിമർപൂറിലാണെങ്കിൽ 1,168 വോട്ടിനാണ് BJP സ്ഥാനാർത്ഥി ജയിച്ചത്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിടിച്ച് മാറ്റിയിരിക്കുന്നത് 8,361 വോട്ടാണ്. അതുകൊണ്ട് ഒരു ജനങ്ങൾ പൂർണ്ണമായും അവരെ തഴഞ്ഞു, അല്ലെങ്കിൽ ഒരു തൂത്തെറിഞ്ഞു എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ഇല്ലാതാവുന്ന തരത്തിലുള്ള ഒരു വലിയൊരു പരാജയമല്ല സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ചില കാൽക്കുലേഷന്റെ ഒരു പ്രശ്നം കൃത്യമായിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായ ഒരു ഇന്ത്യ സഖ്യം എന്ന തരത്തിൽ ഒരു മാനേജ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി മികച്ച ഒരു വിജയം ഒരുപക്ഷെ ഒരു അധികാരത്തിൽ എത്താവുന്ന രീതിയിൽ തന്നെ ലഭിക്കുമായിരുന്നു. നമ്മളൊരു 10ഓളം മണ്ഡലം എടുക്കുകയാണെങ്കിൽ ആ സ്ഥലങ്ങളിലെല്ലാം ചെറിയ വോട്ടിന്റെ ഒരു ഭൂരിപക്ഷത്തിൽ മാത്രമാണ് BJP ജയിച്ചതും എന്ന് നമുക്ക് കാണാം. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 10-ലധികം മണ്ഡലങ്ങളിൽ നേരിയ മാർജിനിലാണ് BJP ജയിച്ചത്. അങ്ങനെയെങ്കിൽ ഇപ്പൊ വോട്ട് പെർസെന്റേജ് ഒക്കെ കൂട്ടുമ്പോൾ വലിയൊരു തിരിച്ചടി, ഇപ്പൊ പൂർണ്ണമായും തൂത്തെറിയപ്പെട്ട ഒരു നിലയിലേക്കുള്ള വലിയൊരു പതനത്തിലേക്ക് ആം ആദ്മി പാർട്ടി ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് കൂടി കാണേണ്ടി വരും. നമ്മൾ ഇനി ഡൽഹിയിലെ വിവിധ മേഖലകളെ തിരിച്ച് അവിടെ എങ്ങനെയാണ് ഇപ്പോൾ വോട്ടിംഗ് പെർസെന്റേജ് വന്നിട്ടുള്ളത്, ഏതൊക്കെ മേഖലകൾ ആം ആദ്മി പാർട്ടിയെ കൈവിട്ടു, ഏതൊക്കെ മേഖലകളാണ് BJPയെ കാര്യമായും സ്വീകരിച്ചത് എന്നതിന്റെ ചിത്രത്തിലേക്ക് കൂടി വരികയാണ്. ഫലം മേഖല തിരിച്ച് ന്യൂഡൽഹി എന്ന് പറയുമ്പോൾ ഇടത്തരക്കാർ വെച്ചാൽ മിഡിൽ ക്ലാസ് ജനങ്ങൾ കാര്യമായി താമസിക്കുന്ന ന്യൂഡൽഹി എന്ന് വെച്ചാൽ ഇപ്പോൾ കേന്ദ്ര ബജറ്റ് കാര്യമായി ആ കേന്ദ്ര ബജറ്റിലെ ആദായ നികുതി സ്ലാബ് നിശ്ചയിച്ചതുൾപ്പെടെ അതിന്റെ ഗുണഭോക്താക്കളടക്കം കാര്യമായുള്ള ന്യൂഡൽഹി മേഖലയിൽ BJP കാര്യമായി മുന്നേറ്റമുണ്ടാക്കി. അതിന് ചിത്രം നമ്മൾ കണ്ടു. BJP 7 സീറ്റുകൾ അവിടെ ന്യൂഡൽഹിയിൽ മൊത്തം 10 സീറ്റുകളിൽ BJP 7 സീറ്റുകൾ നേടിയപ്പോൾ ആം ആദ്മി പാർട്ടി 3 സീറ്റുകളിലേക്ക് വീണുപോയി എന്നുള്ളതാണ്. ഇനി ചാന്ദിനി ചൗക്കിൽ 10 സീറ്റുകളുള്ള BJP അവിടെ 6 സീറ്റുകൾ നേടിയപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് 4 സീറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. ശരി, ശ്രദ്ധേയമായ മേഖല ഇനി നോർത്ത് ഈസ്റ്റ് ഡൽഹിയാണ്. നേരത്തെ കലാപം നടന്ന ഓഖല ഉൾപ്പെടെയുള്ള ചില മുസ്ലിം ന്യൂനപക്ഷം, മുസ്ലിം വോട്ടേഴ്സ് കാര്യമായി തിങ്ങിപ്പാർക്കുന്ന നോർത്ത് ഈസ്റ്റ് മേഖലയിൽ BJP 5 സീറ്റുകൾ നേടിയെന്നുള്ള ചിത്രം ശ്രദ്ധേയമായതാണ്. BJP അവിടെ 5 സീറ്റുകൾ വെച്ചാൽ ഈ കലാപം നടന്ന ഓഖല ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ BJP ജയിച്ചതിന്റെ ചിത്രമാണ് നമ്മൾ കണ്ടത്. ആം ആദ്മി പാർട്ടിക്ക് ആ മേഖലയിൽ 5 സീറ്റുകൾ നേടാനായി. ഇനി വെസ്റ്റ് ഡൽഹി, പടിഞ്ഞാറൻ ഡൽഹിയിലേക്ക് വരുമ്പോൾ അവിടെ മൊത്തം 7 സീറ്റുകളിൽ BJP 6 സീറ്റുകളും നേടിയെന്നുള്ള ചിത്രം കൂടി കാണാം. അവിടെ ആപ്പിന് 1 സീറ്റ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. ഇനി പൂർവാഞ്ചലിലേക്ക് വരുമ്പോൾ പൂർവാഞ്ചൽ മൊത്തം 14 സീറ്റുകളാണുള്ളത്. അവിടെയും BJP വലിയ മുന്നേറ്റം കാണിച്ചു. BJP 10 സീറ്റുകൾ നേടിയപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് 4 സീറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. ബിഹാരികളും ഒപ്പം UPയിൽ നിന്ന് കുടിയേറ്റക്കാരൊക്കെ താമസിക്കുന്ന മേഖലയാണ് ഈ പൂർവാഞ്ചൽ. അവിടെയും BJP കരുത്ത് കാട്ടുന്ന നമ്മൾ കണ്ടത്. ഇനി കിഴക്കൻ ദില്ലിയിലേക്ക് പോയാൽ കിഴക്കൻ ദില്ലിയിൽ ആകെയുള്ള 9 സീറ്റുകളിൽ BJP 7 സീറ്റുകൾ നേടിയപ്പോൾ അവിടെ ആം ആദ്മി പാർട്ടി 2 സീറ്റുകളിലേക്ക് ചുരുങ്ങിപ്പോയി. ഇനി തെക്ക് പടിഞ്ഞാറൻ ഡൽഹി, അവിടെയാണ് ജാട്ട് മേഖലയൊക്കെ ഉള്ളത്. ഇപ്പോൾ ജാട്ട് മേഖലയും കാര്യമായി ആം ആദ്മി പാർട്ടി കൈവിട്ട ചിത്രമാണ് നമ്മൾ കണ്ടത്. അവിടെയും BJP വലിയ ഉയർത്തെഴുന്നേൽപ്പ് കാണിക്കും നമ്മൾ കണ്ടു. BJP അവിടെ 7 സീറ്റുകൾ നേടിയപ്പോൾ ആം ആദ്മി പാർട്ടി 3 സീറ്റുകളിലേക്ക് വീണുപോയി. ശരി, അങ്ങനെയാണ്. അപ്പോൾ മേഖല തിരിച്ചൊപ്പം വിവിധ വിഭാഗങ്ങൾ എങ്ങനെ ഈ ഇലക്ഷനിൽ അവരുടെ വോട്ടിംഗ് എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമ്മൾ സൂചിപ്പിച്ചത്. വീണ്ടും ധനസ്മോദിലേക്ക്. ധനസ്മോദ്, മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ 2 ടേമിലും കാര്യമായി ആം ആദ്മി പാർട്ടിയും കെജ്രിവാളിനെയും തുണച്ചതായിരുന്നു. അവരെന്തുകൊണ്ട് ഇക്കുറി കെജ്രിവാളിനെ കൈവിട്ടു എന്നുള്ള ചോദ്യത്തിന് എന്തുത്തരം നൽകാനുണ്ടാകും ഈ സമയം? ഒപ്പം ഈ ജാട്ട് മേഖലയിലൊക്കെ എങ്ങനെയാണ് BJPക്ക് വലിയൊരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞത്? നമുക്ക് BJPയുടെ ഒരു വിജയം നോക്കിക്കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഏരിയ മാത്രമായിട്ടല്ല അവർ വിജയിച്ചിരിക്കുന്നത്. ഒരു സമഗ്രമായിട്ടുള്ള ഒരു വിജയം തന്നെ അവർക്ക് അവകാശപ്പെടാൻ കഴിയും. ഇപ്പോൾ നേരത്തെ ഈ ന്യൂനപക്ഷ മേഖലകളിൽ ചോദിച്ചതുകൊണ്ട് പറയുകയാണ്. കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രചരണം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇവിടെ ഡൽഹി കലാപം നടന്നു കഴിയുമ്പോൾ ആം ആദ്മി പാർട്ടി എവിടെയായിരുന്നു? ഇവിടെ CAA സമരം നടത്തി കഴിഞ്ഞപ്പോൾ ആം ആദ്മി പാർട്ടി എവിടെയായിരുന്നു? തുടങ്ങിയ നിരവധി കാര്യം. മുസ്ലിം ന്യൂനപക്ഷം അവർ വേട്ടയാടപ്പെടുന്ന ഒരു
സാഹചര്യം ഉണ്ടായിരുന്ന സമയത്ത് എവിടെയായിരുന്നു ആം ആദ്മി പാർട്ടി നേതാക്കന്മാർ? ഒരു പ്രസ്താവനയെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും നിങ്ങൾ ചെയ്തോ എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ പലരും ഇപ്പോഴും JNU വിദ്യാർത്ഥികൾ അടക്കം ജയിലിൽ തന്നെ കഴിയുകയാണ്. ജാമ്യം കിട്ടാത്ത ഒരു അവസ്ഥയാണുള്ളത്. ഇത് കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവർ ഇത് ഭരണഘടനയെ ചർച്ചയിൽ പാർലമെന്റിൽ വരെ ഉന്നയിച്ചതാണ്. പക്ഷേ എങ്കിലും ഒരു ഡൽഹിയുടെ മുഖ്യമന്ത്രി, ഡൽഹിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ആൾക്കാർ എവിടെയാണ് എന്നുള്ളൊരു ചോദ്യം അപ്പോൾ പലപ്പോഴും ഈ ഒരു ചോദ്യം ഹൃദയത്തിൽ ഏറ്റുകയാണ് ഇവിടുത്തെ ഒരു മുസ്ലിം ന്യൂനപക്ഷം ഒരു പരിധിവരെ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ അമാനത്തുള്ള ഉൾപ്പെടെയുള്ളവർ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ തരത്തിൽ പിന്നിപ്പോവുകയും ഒടുവിൽ കഷ്ടിച്ച് ജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ വരികയാണ്. കാരണം പലപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകുന്നത് കോൺഗ്രസ് മാത്രമായിരിക്കും എന്നുള്ള ഒരു ഉറപ്പ് രാഹുൽ ഗാന്ധി കൊടുക്കുന്നു. മാത്രമല്ല ദളിത് വിഭാഗത്തിന് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കാര്യം അധികാരത്തിലിരുന്ന സമയത്ത് മാപ്പ് ചോദിക്കുകയാണ്. ദളിത് വിഭാഗത്തിന് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇനി വരികയാണെങ്കിൽ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ളവ നടത്താൻ പോവുകയാണ്. തെലങ്കാനയിൽ ജാതി സെൻസസ് നടത്തി തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. ഈ സമയത്തൊക്കെ ഈ ജാതി സെൻസസ് തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഒരു തീരുമാനമാണെങ്കിൽ പോലും ഇതൊന്നും നടപ്പിലാക്കാനോ ആ തരത്തിൽ സംസാരിക്കാനോ ഇടപെടാനോ തയ്യാറായിട്ടില്ല. മാത്രമല്ല ഈ അദ്ദേഹം അരവിന്ദ് കെജ്രിവാൾ BJPക്കെതിരെ കത്തയക്കുന്നത് RSS മേധാവിയായ മോഹൻ ഭാഗവതിനാണ്. അപ്പൊ അങ്ങനെ മോഹൻ ഭാഗവതിന് കത്തയക്കുന്ന ഒരാളാണോ ഈ തരത്തിലുള്ള ഒരു മതേതരത്വത്തിന് വേണ്ടി വാദിക്കുന്നത്? ഞങ്ങൾ തുടർച്ചയായിട്ടുള്ള കുറെ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ആം ആദ്മിയുടെ ഭാഗത്തുനിന്ന് ഉത്തരം കിട്ടിയിട്ടില്ല. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഹരിയാനക്കാരായിട്ടുള്ള 14 പേരാണ് BJP സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ചത്. അതിൽ 12 പേരും വിജയിക്കുകയാണ് ചെയ്തത്. പൂർവാഞ്ചലിൽ നിന്നുള്ള 6 പേരായിരുന്നു മത്സരിച്ചത്. അവർ 4 പേരും BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചു. കാര്യം ഏറ്റവും അവസാനം ഹരിയാന സർക്കാർ യമുനയിൽ വിഷം കലർത്തുന്നു എന്നുള്ള അമോണിയം വർദ്ധിച്ചതാണ് കാരണം. കലർത്തുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തി. അത് പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ ഏറ്റെടുക്കുന്നു. അത് 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമായി മാറുന്നു. ഇത് ഹരിയാന ആ പ്രദേശത്തുള്ള വലിയ തരത്തിലുള്ള തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട്. പൂർവാഞ്ചലിൽ നിന്നുള്ള ബീഹാറിൽ ഉത്തർപ്രദേശിന്റെയും ഒരു ഭാഗത്തു നിന്നുള്ള ആൾക്കാരിൽ കൊണ്ടുവന്ന് കൂടുതൽ വോട്ട് ചേർക്കുന്നു. ആ തരത്തിൽ അനധികൃതമായ വോട്ട് അവർ ചേർക്കുന്നു എന്നുള്ള തരത്തിൽ കെജ്രിവാളിന്റെ പ്രസ്താവന വലിയ തരത്തിലുള്ള വിവാദമായിരുന്നു. ആ തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ചില ഏരിയകളിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ചില പ്രസ്താവനകൾ തന്നെ വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടിക്ക് കാരണമായി. കെജ്രിവാളിന്റെ പല പ്രസ്താവനകളൊപ്പം യമുന രാഷ്ട്രീയം അടക്കം തിരിഞ്ഞുകുത്തുന്നതാണ് കണ്ടത്. അതിനൊക്കെ അപ്പുറത്തേക്ക് എന്തെല്ലാം പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഈ തോൽവിക്ക് കാരണമായി എന്നുള്ളതിലേക്ക് കൂടി വരേണ്ടതുണ്ട്. എങ്ങനെ ആം ആദ്മി പാർട്ടി തോറ്റുപോയി എന്ന് ചോദിച്ചാൽ കാരണങ്ങൾ ചെയ്യാൻ ഏറെയുണ്ട്, പോസ്റ്റ്മോർട്ടം നടത്താനും ഏറെയുണ്ട്. അതിലേക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ വരുന്നില്ല. വേഗത്തിൽ ധനസ്മോദിലേക്ക് പോകുന്നു. ധനസ്മോദ് എങ്ങനെ തോറ്റു എന്നുള്ളതിന്റെ കാരണത്തിലേക്ക് ഇനി അധികം നമ്മൾ പോകുന്നില്ല. ഇനി വലിയൊരു രാഷ്ട്രീയ കൗതുകം മുന്നിലുള്ളത് അരവിന്ദ് കെജ്രിവാൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ജയിലിൽ നിന്നിറങ്ങി നേരെ എൻ്റെ വിധി ജനങ്ങൾ തീരുമാനിക്കട്ടെ, ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്നാണല്ലോ പറഞ്ഞത്. ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, അദ്ദേഹം അടക്കം തോറ്റിരിക്കുന്നു. ആളിൽ നല്ലൊരു പൊളിറ്റീഷ്യനപ്പുറത്തേക്ക് ആളിൽ നല്ലൊരു ആക്ടിവിസ്റ്റ് ഉണ്ട്. ആ രീതിയിൽ ഇനി പ്രതിപക്ഷത്തിരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ എന്തായിരിക്കും, എത്രമേൽ അപകടകാരിയാവാൻ സാധ്യതയുണ്ട്? ഇപ്പോ മോദി പയറ്റിയിരിക്കുന്ന ഒരു രാഷ്ട്രീയം അദ്ദേഹത്തിന് ചേരാത്തൊരു രാഷ്ട്രീയമാണ് ഡൽഹിയിൽ ചെയ്തിരിക്കുന്നത്. കാര്യം ഈ സൗജന്യമായിട്ടുള്ള വെള്ളം, അതേപോലെ തന്നെ വൈദ്യുതി തുടങ്ങിയ വിതരണം, ഇതെല്ലാം മോഡി ആ രീതിയിലല്ല ചെയ്യുന്നത്. പലപ്പോഴും ഒരു കോർപ്പറേറ്റീവ് കമ്പനികൾക്കാണ് ഇത് ഏൽപ്പിച്ചു കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ആണെങ്കിലും അദാനി ഉൾപ്പെടെയുള്ള കമ്പനികളായിരിക്കും ഏറ്റെടുത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് എത്രത്തോളം ഈ തരത്തിലുള്ള ഒരു സൗജന്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? കാര്യം ഇത്രയും നാൾ അവർ ഒരു തലമുറ മുഴുവനും ഗുജറാത്തിൽ കാണുന്നതാണ് അവിടുത്തെ ഒരു വിദ്യാഭ്യാസം. പക്ഷെ അതിനേക്കാളും എത്രയോ 10 മടങ്ങ് മികച്ച വിദ്യാഭ്യാസമാണ് ഡൽഹിയിൽ നടത്തുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ആം ആദ്മി നാഴികക്കല്ലായിട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ ഒരു മികച്ച പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലല്ല, പ്രതിപക്ഷ പാർട്ടി എന്ന രീതിയിൽ അരവിന്ദ് കെജ്രിവാളിന് കഴിയും എന്നുള്ളത് തന്നെയാണ് വാസ്തവം. കാര്യം ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ, ഒരു MLA എന്ന രീതിയിൽ നിൽക്കുമ്പോൾ ചില ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ നിർബന്ധിതനാവും. പക്ഷെ അതല്ലാതെ തന്നെ ഒരു പുറത്തുള്ള ഒരു കെജ്രിവാളിനെ, അതായത് ഇന്ത്യ എഗൻസ്റ്റ് കറപ്ഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ശക്തനായ ഒരു നേതാവ് ഉണ്ടായിരുന്നു, അതുപോലെ പ്രവർത്തിക്കാൻ ഇനി അരവിന്ദ് കെജ്രിവാളിന് കഴിയും എന്നുള്ളത് തന്നെയാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. അദ്ദേഹത്തിന് കഴിയില്ല. പുറത്തിരുന്ന് എന്ത് ചെയ്യാൻ പറ്റും കെജ്രിവാളിനൊപ്പം? ഇന്ത്യ മുന്നണിയിൽ ഇനിയും തുടരാൻ അദ്ദേഹം ഉണ്ടാകുമോ? എത്ര കണ്ട് ഒരു അദ്ദേഹത്തിനുള്ളിലെ അപകടകാരിയായ അല്ലെങ്കിൽ വലിയ ആക്ടിവിസ്റ്റായ പൊളിറ്റീഷ്യൻ ഇനി എന്തൊക്കെ ചെയ്യാൻ കെൽപ്പ് ബാക്കിയുണ്ട് എന്നുള്ള ചോദ്യം പ്രസക്തമാണത്. വരും നിമിഷങ്ങളിലും വരും കാലങ്ങളിലും കണ്ടറിയുക തന്നെ വേണം. നന്ദി ധനസുമോദ പ്രതികരിച്ചതിന്.